നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കാനഡയിൽ ഏറ്റവും കൂടുതൽ ഷോപ്പ് മോഷണങ്ങൾ നോവ സ്കോഷ്യയിലെന്ന് റിപ്പോർട്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ ക്രൈം ഡാറ്റയുടെ അനാലിസിസ് പ്രകാരം കാനഡയിൽ ഏറ്റവും കൂടുതൽ ഷോപ്പ് മോഷണം നടക്കുന്നത് നോവ സ്കോഷ്യയിലാണ്. ബ്രിട്ടീഷ് കൊളംബിയയാണ് രണ്ടാം സ്ഥാനത്ത്. ഏറ്റവും കുറവ് മോഷണ കണക്കുമായി ക്യൂബക്കാണ് കള്ളന്മാരുടെ പട്ടികയിൽ ഏറ്റവും പിന്നിൽ. നോവ സ്കോഷ്യയിൽ കഴിഞ്ഞ വർഷം മാത്രം 678 ഷോപ്പ് മോഷണങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ക്യൂബക്കിൽ കേവലം 155 ഷോപ്പ് മോഷണ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാനഡയിലെ മറ്റു നഗരങ്ങളിലും CCTV പോലും ഭയക്കാതെ കള്ളന്മാർ നിർബാധം മോഷണം തുടരുന്നുവെന്ന് തന്നെയാണ് സ്റ്റാറ്റ് കാനഡയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സെപ്റ്റംബർ മുതൽ മാനിറ്റോബ സ്കൂളുകളിൽ കിൻഡർ ഗാർഡൻ മുതൽ ഗ്രേഡ് 8 വരെയുള്ള വിദ്യാർത്ഥികൾ സെൽഫോണുകൾ കൊണ്ടുവരുന്നതും 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കേർപ്പെടുത്തുമെന്നും സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 9 മുതൽ 12 വരെ ഗ്രേഡിലുള്ളവർക്ക് ഉച്ചഭക്ഷണ സമയത്തോ മറ്റ് ഇടവേളകളിലും ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കുമെന്നും സ്കൂൾ ജീവനക്കാർക്കും സ്കൂൾ സമയങ്ങളിലുള്ള മൊബൈൽ ഉപയോഗത്തിന്മേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ജെയിംസ് ടൗൺ ക്രിപ്സ് എന്ന ടൊറന്റോയിലെ കുപ്രസിദ്ധ ഗുണ്ടാ സംഘം പോലീസ് പിടിയിൽ. മയക്കുമരുന്ന് വ്യാപാരം, കൊള്ള, കൊലപാതകം, ഭവനഭേദനം, കാർ മോഷണം, തോക്ക് കടത്തൽ എന്നിവയടക്കം നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന 32 പേരടങ്ങിയ കുപ്രസിദ്ധ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. യോർക്ക് റീജിയണൽ പോലീസ്, പീൽ റീജിയണൽ പോലീസ് സർവീസ്, ഓന്റാരിയോ പ്രൊവിൻഷ്യൽ പോലീസ് എന്നിവയുമായി സഹകരിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആരംഭിച്ച ഓപ്പറേഷന്റെ വിജയമാണിതെന്ന് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ അറിയിച്ചു. കാനഡയിലെ പ്രോ പലസ്തീനിയൻ സംഘടനയായ സമിഡൌണിന്റെ അന്താരാഷ്ട്ര കോർഡിനേറ്ററായ ഷാർലറ്റ് കേറ്റ്സ് വാൻകൂവർ പോലീസിന്റെ അറസ്റ്റിനെ കുറിച്ച് ഇറാനിയൻ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് വിവാദ പരാമർശങ്ങൾ നടത്തി. വാൻകൂവർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമിഡൌൺ പലസ്തീൻ പ്രിസണേഴ്സ് സോളിഡാരിറ്റി നെറ്റ്വർക്കിന്റെ കോർഡിനേറ്റർ കൂടിയായ കേറ്റ്സിനെ 2024 മെയ് മാസത്തിൽ വാൻകൂവർ പോലീസ് വിദ്വേഷ പ്രസംഗം നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. കാനഡയിലെ ഭീകര സംഘടനയായി കണക്കാക്കപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീനുമായി ബന്ധമുള്ളതിനാൽ സമിഡൌണിനെ തീവ്രവാദ ഗ്രൂപ്പായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയത് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരോദാത്തമായ നടപടിയെന്നാണ് കേറ്റ്സ് ഇറാനിയൻ ടെലിവിഷനിൽ നടന്ന ചർച്ചയിൽ അഭിപ്രായപ്പെട്ടത്. പ്രവാസി വനിതകൾക്കായി നോർക്ക വനിതാ സെൽ. സുരക്ഷിത കുടിയേറ്റം ഉറപ്പാക്കാം, പരാതികളും അറിയിക്കാം. കേരളീയരായ പ്രവാസി വനിതകളുടെ പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള നോർക്ക റൂട്ട്സിന്റെ ഏകജാലക സംവിധാനമാണ് NRK വനിതാ സെൽ. ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കോ അവരുടെ പ്രതിനിധികൾക്കോ നോർക്ക വനിതാ സെൽ ഹെൽപ്പ് ലൈനുമായി 24 മണിക്കൂറും ബന്ധപ്പെടാം. ഭൗമ നിരീക്ഷണ കൃത്രിമോപഗ്രഹമായ EOS-08നെയും ഡെമോസറ്റ് ഉപഗ്രഹങ്ങളും വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ISRO. SSLV D3 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചത്. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ ആദ്യ വിക്ഷേപണത്തറയിൽ നിന്ന് രാവിലെ 9:17 വിക്ഷേപണം. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാന്താര സിനിമയിലെ നായകൻ ഋഷഭ് ഷെട്ടിയാണ്. കാന്താരയാണ് മികച്ച ജനപ്രിയ ചിത്രവും. മികച്ച നടിക്കുള്ള പുരസ്കാരം മാനസി പരീഖും നിത്യ മേനോനും പങ്കിട്ടു. ആനന്ദ് ഏകർഷിയുടെ ആട്ടമാണ് മികച്ച ചിത്രം. തിരക്കഥയ്ക്കും ആട്ടത്തിനാണ് അവാർഡ്. എഡിറ്റിംഗിനും ആട്ടം അവാർഡ് നേടിയിട്ടുണ്ട്. സൗദി വിളക്കാണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും പ്രഖ്യാപിച്ചു. മികച്ച നടനായി പൃഥ്വിരാജ് സുകുമാരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ആടുജീവിതത്തിലെ അഭിനയ മികവിനാണ് പുരസ്കാരം. മികച്ച നടിമാർ ഉർവശി, ബീന R ചന്ദ്രൻ എന്നിവരാണ്. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായ കാതൽ ദിക്കോറാണ് മികച്ച ചിത്രം. ആടുജീവിതം ഒരുക്കിയതിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ബ്ലെസി സ്വന്തമാക്കി. ആടുജീവിതത്തിനും 2018 നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ. പൊമ്പളെ ഒരുമൈ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവൻ സ്വന്തമാക്കി. ജോജു ജോർ നിർമ്മിക്കുകയും ഡബിൾ റോൾ എത്തുകയും ചെയ്ത ഇരട്ട മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 9 പുരസ്കാരങ്ങൾ ആടുജീവിതം സ്വന്തമാക്കി. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.